നമസ്കാരം. എൻ്റെ പേര് ജയപ്രകാശ്. ഞാൻ കോഴിക്കോട് ജില്ലയിലെ മുക്കം മണാശ്ശേരി സ്വദേശിയാണ്. 1998 ഏപ്രിൽ മാസമായിരുന്നു എൻ്റെ കല്യാണം കഴിഞ്ഞത്. 5-6 വർഷങ്ങൾക്ക് ശേഷം കുട്ടികളില്ലാത്ത ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. 10-14 വർഷത്തോളം ട്രീറ്റ്മെൻറ്റിലായിരുന്നു. അവസാനം കേരളത്തിലുടനീളം അലോപ്പതി, ആയുർവേദം, ഹോമിയോ തുടങ്ങിയ എല്ലാ ചികിത്സകളും നടത്തി ലക്ഷങ്ങൾ കടത്തിലായി. അവസാന നിമിഷം വീട്ടിൻ്റെ അടുത്ത ഒരു വീട്ടിലിരിക്കുന്ന സമയത്ത് ഒരു സപ്ലിമെൻറ്റ് നിഷികാന്ത് പാടൂർ ഒരു സപ്ലിമെൻറ്റിൽ വന്നു. അപ്പോൾ ആ സപ്ലിമെൻറ്റ് വായിച്ചപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് സാറിനെ വിളിച്ചപ്പോൾ സ്ഥലം ചോദിച്ചപ്പം ഈ മണാശ്ശേരി ഒരു ഗ്രാമപ്രദേശമാണ്. ഈ മണാശ്ശേരി എന്നുള്ള സ്ഥലം പാലക്കാട് ജില്ലയിലെ പാടൂരിലുള്ള ഒരാൾക്ക് ഇതറിയില്ല എന്നുള്ള ഒരു തെറ്റായ ധാരണയിൽ ഞാൻ REC ആണ്, മുക്കത്തിനടുത്ത് RECയിലാണ് എൻ്റെ വീട് എന്നാണ് സാറിനോട് പറഞ്ഞിരുന്നത്. പക്ഷേ സാറ് തന്ന മറുപടി മണാശ്ശേരി ഞങ്ങൾക്കൊരാളുണ്ട് എന്ന മറുപടിയാണ് സാർ തന്നത്. ഞാൻ ആ അഡ്രസ്സ് കേട്ടപ്പോൾ അതെൻ്റെ റിലേറ്റീവായിരുന്നു. പക്ഷേ ഞങ്ങൾ തമ്മിൽ കാണും, ജോലി സ്ഥലത്തേക്ക് പോകുന്ന സമയത്താണ് കാണൽ. പക്ഷേ അയാൾക്ക് കുട്ടികളില്ലാത്ത ഇത് എനിക്കറിഞ്ഞൂടായിരുന്നു. പക്ഷേ 10 വർഷങ്ങൾക്ക് ശേഷം ഈ പാടൂർ എന്നാണ് ഇയാൾക്ക് കുട്ടികളുണ്ടായത്. മരുന്ന് കഴിച്ചിട്ടാണ് കുട്ടികളുണ്ടായത്. അങ്ങനെ സാറിനെ വിളിച്ചപ്പോൾ സാറൊരു 2-3 അഡ്രസ്സ് പറഞ്ഞു തന്നു. ആ അഡ്രസ്സിൽ ഞാൻ ബന്ധപ്പെട്ടപ്പോൾ അവരൊക്കെ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ അവിടെ പോകണം എന്നുള്ളതാണ് ഞങ്ങളോട് പറഞ്ഞത്. അപ്പം സാമ്പത്തിക പ്രയാസമൊക്കെ കൂടി കാരണം ഞങ്ങൾ ഏതായാലും അടുത്ത ദിവസം തന്നെ ഗുരുവായൂരപ്പനെ പോയി കണ്ടു. തൃശ്ശൂരിൽ നിന്ന് അവിടുന്ന് ഗുരുവായൂരിൽ നിന്നും പാലക്കാട് ബസ്സിൽ ചെന്ന് ആലത്തൂർ ഇറങ്ങി. അങ്ങനെയാണ് ഞങ്ങൾ പാടൂരിൽ തേടിപ്പിടിച്ച് പാടൂരിലെത്തിയത്. അപ്പം ഒരുപാട് സങ്കടങ്ങൾക്ക് ആ വീട്ടിലെത്തിയപ്പോൾ ഒരു സമാധാനമല്ല ആദ്യം കിട്ടിയത്. കാരണം ഒരുപാട് സർജറികളൊക്കെ ചെയ്ത് വളരെ പ്രയാസപ്പെട്ടാണ് ഞങ്ങൾ സാറിൻ്റെ അടുത്ത് എത്തിയത്. അപ്പോൾ ഈ സർജറി ചെയ്തതുകൊണ്ട് മരുന്ന് കഴിക്കാൻ ബുദ്ധിമുട്ടാണെന്നാണ് അന്നാദ്യം സാറ് പറഞ്ഞത്. എന്താ വെച്ചാൽ ഈ മരുന്ന് കഴിക്കുമ്പോൾ ഈ സർജറി ചെയ്ത ഒരുപാട് സർജറികൾ ചെയ്തതുകൊണ്ട് മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടായാലോ എന്നുള്ള മരുന്ന് പോലും കഴിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ഉത്തരമാണ് സാറിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയത്. അവസാനം ഞങ്ങൾ കരഞ്ഞ് പറഞ്ഞ് അവസാനം 4 മാസത്തേക്കുള്ള മരുന്ന് വാങ്ങിയിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. അങ്ങനെ ആ 4 മാസത്തെ മരുന്ന് ഭാര്യ ഒരു ക്ഷീണിച്ച അവസ്ഥയിലായിരുന്നു, ഒരു മെലിഞ്ഞിട്ട്. അപ്പം തടിയൊക്കെ നന്നായിട്ട് മരുന്ന് കുടിക്കാം എന്നുള്ള ഇതിലാണ് സാറ് അന്ന് ഞങ്ങൾ പറഞ്ഞു വിട്ടത്. പക്ഷെ അതൊന്നും ഞങ്ങൾ കാത്തുന്നില്ല. ഞങ്ങൾ ആ പഥ്യത്തിൽ 2 മാസം മരുന്ന് കഴിച്ചപ്പോൾ തന്നെ സാധാരണ രീതിയിൽ തന്നെ ഗർഭിണിയാവുകയും ഞങ്ങൾക്ക് നല്ലൊരു മോനെ കിട്ടി. 10-14 ലക്ഷം രൂപ വെറുതെ പല വഴിക്കും ചിലവാക്കിയതിന് ശേഷമാണ് ഞങ്ങൾ നിഷികാന്ത് പാടൂരിൻ്റെ സാറിൻ്റെ അടുത്തെത്തുന്നത്. ഇപ്പം ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷത്തിലാണ്. കാരണം അതിനുശേഷം ഞങ്ങൾ മോനെ കൊണ്ട് സാറിൻ്റെ വീട്ടിൽ പോവുകയും ഇന്ന് ഞാൻ എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ്റെ സ്ഥാനത്താണ് സാറിനെ കാണുന്നത്. അതേമാതിരി ഞാൻ അവിടുന്ന് വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കലും ഒരുപാട് പ്രാവശ്യം ഞാൻ ആ വീട്ടിൽ പോയിട്ടുണ്ട്. പല ആളെയും ബന്ധപ്പെട്ട് പലരെയും പറഞ്ഞയച്ചിട്ടുണ്ട്. 100 കണക്കിന് ആളുകളെ സാറിൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. അവർക്കൊക്കെ ഒരുപാട് ആൾക്ക് ഈ പഥ്യത്തിൽ നിന്ന പലർക്കും സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും തീരാത്തൊരു കടപ്പാട് സാറിനോടും സാറിൻ്റെ കുടുംബത്തോടും എന്നും എൻ്റെ മനസ്സിൽ